നമസ്കാരം സർ. സോണിയാഗാന്ധിക്കെതിരെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗിച്ചു. അത് യഥാർത്ഥ രീതിയിലല്ല എന്ന് പറഞ്ഞ് അതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് പുതിയൊരു ആരോപണം ഇപ്പോൾ വരികയാണ്. ഈ ഒരു വിഷയത്തെ കൂടുതലായി എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിലുള്ള വിശകലനങ്ങൾ? ഇന്നലെ രാജ്യസഭയില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരിതാശ്വാസ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ചർച്ച ചെയ്തപ്പോഴാണ് കോൺഗ്രസിന്റെ കാലത്ത് ഈ പറയുന്നത് പോലെ ഈ ഫണ്ടുകളെല്ലാം ചില പ്രത്യേക കുടുംബങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനത് PM അല്ലെങ്കിൽ ഭരണം മൊത്തം ഒരു കുടുംബത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ ചില പ്രത്യേക കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് കോൺഗ്രസിന്റെ ഭരണകാലം പൊക്കോണ്ടിരുന്നത്. പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിന്റെ കാര്യമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉൾപ്പെടെ PM ഫണ്ട് ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്തു നിന്നുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ അന്നേരത്തെ ജയറാം രമേശ് രാജ്യസഭയിൽ എനിക്ക് അത് ഞങ്ങളുടെ നേതാവാണ്, ഈ പറയുന്നതിലെ സോണിയാഗാന്ധിയാണ്, അത് ഞങ്ങളുടെ സോണിയാഗാന്ധി പേര് അമിത്ഷാ പറഞ്ഞിട്ടില്ല, ഒരു കുടുംബം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പണ്ട് കോഴിയെ രാജാവ് നാട്ടിൽ മൊത്തം ഭയങ്കര കോഴി ശല്യമായിരുന്നു, കോഴിയ മോഷണത്തിന്റെ ശല്യമായിരുന്നു. അപ്പൊ രാജാവ് മന്ത്രിമാരും എല്ലാം കൂടെ വിളിച്ചു വരുത്തി സംശയമുള്ള കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് രാജ്യസഭയെ നിരത്തി നിർത്തിയിട്ട് ഒരു ബുദ്ധി പ്രയോഗിച്ചു. അപ്പം ആരാന്നറിയത്തില്ല, കോഴിയെ ഇവരൊക്കെ സംശയമുള്ള ഒരുപാട് സംശയമുള്ളവരെ അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞവരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ കൂട്ടന്ന് മന്ത്രിമാരും പോലീസും ഒക്കെ അവിടെ കാണുമായിരിക്കും. കുറെ എണ്ണത്തിനെ പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇവരെയൊക്കെ സംശയമാണ്. അവർ പറഞ്ഞു അയ്യോ രാജാവ് ഞങ്ങളാരും കോഴിയെ പൊട്ടിക്കുന്നവരല്ല, ഞങ്ങളെ ചുമ്മാ പിടിച്ചോണ്ട് വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാജാവ് ഒരു കാര്യം പറഞ്ഞു, എല്ലാരെയും നിർത്തിയിട്ട് ഇന്നപോലെ കോഴിയെ മോട്ടിക്കരുത്, അതൊക്കെ തെറ്റാണ്, മറ്റേ കാര്യങ്ങളൊക്കെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞ ആ കോഴിയെ മോട്ടിച്ച ആടെ തലേ കൂടെ ഇരിക്കുന്നല്ലോ, അന്നേരം ഒന്ന് രണ്ടാമാര് തലേ തൂത്തു. കാരണം കോഴിയെ മോട്ടിച്ചവന്മാര് സ്വാഭാവികമായിട്ട് നമ്മളാ മോട്ടിക്കുന്നെങ്കിൽ നമ്മുടെ തലേ കൂടെ കാണുമെന്ന് വിചാരിക്കില്ല. അപ്പൊ കോഴിയെ മോട്ടിച്ചവനെ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ അമിത്ഷാ പറഞ്ഞില്ല, ആരാന്നൊന്നും പറഞ്ഞില്ല, ഒരു കുടുംബമാണ് ഇത് മൊത്തം നിയന്ത്രിക്കുന്നത്. ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, പണം കൈകാര്യം ചെയ്യുന്നത്, എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ PM-ന്റെ ഫണ്ട് ഉൾപ്പെടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ ചില വ്യക്തികളുടെ നിയന്ത്രണത്തിൽ താല്പര്യത്തിനനുസരിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ ജയറാം രമേശ് ഉൾപ്പെടെ രക്ഷിക്കാൻ ഇറങ്ങുന്നത് പോലെ മിണ്ടായിരുന്നാ മതി, അത് അവിടെ പോകും. ഈ രക്ഷിക്കാൻ ഇറങ്ങുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, രക്ഷിക്കാനെന്ന് ഇറങ്ങിയല്ലേ സോണിയാഗാന്ധി തന്നെ നാട്ടുകാർ മൊത്തം ചർച്ചയാവുമല്ലോ. അവകാശ ലംഘന നോട്ടീസ് ആഭ്യന്തരമന്ത്രിക്കെതിരെ, പിന്നെ മാധ്യമങ്ങൾ വെച്ച് ദേശീയ മാധ്യമങ്ങൾ വരും, ഇന്റർനാഷണൽ മീഡിയ വരെ വരും. അപ്പൊ സോണിയാഗാന്ധി ഈ പറയുന്ന പോലെ കള്ളത്തരം ഇന്റർനാഷണൽ മീഡിയ വരെ. അപ്പൊ ഇതുവരെ കൃത്യമായിട്ട് ചെയ്യുന്നത്, സഹായിക്കാൻ ചെയ്യുന്നൊന്നുമല്ല, ഉപദ്രവിക്കാൻ ചെയ്യുന്നത്. സോണിയാഗാന്ധിയെ പറ്റി ഇപ്പൊ അഴിമതി ആരോപണം പറയുന്നത് അല്ലോ, അങ്ങനെ പറയരുതെന്ന് മദർ തെരേസ എന്ന് പറയാൻ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഭർത്താവ് ബോഫേഴ്സ് തോക്കിടപാട് സമയത്ത് തൊട്ട് തുടങ്ങിയ ആരോപണം അവരുടെ പേരിൽ. ബോഫേഴ്സ് അന്ന് രാജീവ് ഗാന്ധി ഇടപാട് നടത്തിയ ഒരു ഇടപാട്, ബോഫേഴ്സ് തോക്കിടപാട് നീതുവിനൊക്കെ ഓർമ്മ കാണും. അതിനകത്ത് ഈ ഖത്രോച്ചി എന്ന് പറയുന്ന ആള് ഇവരുടെ ബന്ധുവാണ്, ഇവര് പറഞ്ഞിട്ടാണ് അന്ന് ഇടപാട് നടത്തിയെന്ന് പറഞ്ഞിട്ട് ആരോപണം വരുന്നുണ്ട്. അതിനുശേഷം ചോപ്പർ ഇടപാട് ഈ പറയുന്ന ഇറ്റലിയായിട്ട് നടന്നില്ലേ, അതിനകത്ത് ഭയങ്കര ആരോപണം വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ പറയുന്ന പത്രത്തിന്റെ, നമ്മുടെ ഒരു പത്രം ഉണ്ടായിരുന്നല്ലോ, നാഷണൽ ഹെറാൾഡ് കേസ് ഓർമ്മയുണ്ടോ? നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്ന കേസിനകത്ത് അത് ആരാ ചെയ്ത്? സ്വാമിയ, ബി ജെ പിയുടെ ഈ പറയുന്ന MP ഉണ്ട്, നേരത്തെ MP മന്ത്രിയായിട്ടൊക്കെ സ്വാമി, അദ്ദേഹം കൊണ്ടുവന്ന് നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് 5000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നും പറഞ്ഞിട്ട് അദ്ദേഹം പരാതി കൊടുത്തു. പരാതിയെ സുപ്രീം കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിനും ഇപ്പൊ BJP-യുടെ പുറത്ത്. അവരുടെ കാലത്ത് ഈ പറയുന്ന സ്വാമി കൊണ്ടുവന്ന് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, കള്ളപ്പണത്തിന്റെ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത കേസാ. സുപ്രീം കോടതിയാ പറഞ്ഞത് നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് എന്താണ് നടന്നതെന്ന് പറഞ്ഞ് അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന 2014 ശേഷം ഇവരെ പലവട്ടം CBI വിളിക്കും, അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഉടനെ ഇംഗ്ലാസ് ഉണ്ടാവാ. സോണിയാഗാന്ധി പോകുമ്പോഴും കുറെ ആൾക്കാര് സോണിയാഗാന്ധിയെ BJP-ക്കാര് അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുവാന്നാ പറയുന്നത്. നരേന്ദ്രമോദിയുടെ കാലത്തല്ല അത്, ഈ പറയുന്ന BJP നേതാവായിട്ടുള്ള സ്വാമി അറിയാമല്ലോ, കൊടുത്തിട്ട് സുപ്രീം കോടതി പറഞ്ഞേക്കുവാ ഈ നാഷണൽ ഹെറാൾഡ് കേസിനകത്ത് അഴിമതി കണ്ടെത്തണമെന്നത്. ആരും കൊടുത്തല്ല, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ. അതിന് BJP നേതാക്കന്മാരുടെ പേരിൽ അലിഗേഷൻ. അതുപോലെ ഈ ചോപ്പർ ഇടപാട്, അതുപോലെ ബോഫേഴ്സ് ഇടപാട്, ഈ 2G സ്പെക്ട്രം അഴിമതിക്കകത്ത് ഈ സോണിയാഗാന്ധിയെ പറ്റി അന്ന് വന്നിട്ടുള്ള ആക്ഷേപം നമുക്കറിയാമല്ലോ. എത്ര കോടി രൂപയുടെ അഴിമതിയാ?
അതിനകത്ത് ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ്. അതിനകത്ത് ഏതാണ്ട് 30% ആയിരുന്നു ചിദംബരത്തിനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ DMK എന്ന് പറഞ്ഞ പാർട്ടി അറിയാം, കനിമൊഴിയും തങ്കമൊഴിയും എല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോയത്. ആ കോടാനുകോടി രൂപ, 1,00,000 കോടി രൂപയൊക്കെ നമുക്ക് അന്ന് ചർച്ച ചെയ്തില്ല. അതിനകത്ത് എത്ര ശതമാനം സോണിയാഗാന്ധിക്കാരെന്നാണ് പറഞ്ഞത് അന്ന് അഴിമതി വരുന്നത്. അപ്പം ഇത് പറയുമ്പോ അങ്ങ് നോവാനൊന്നുമില്ല. ഈ പറയുന്ന സോണിയാഗാന്ധി പറ്റി വളരെ കൂടുതലായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പല രീതിയിൽ ഇങ്ങോട്ട് ഭാര്യയായിട്ടിരുന്നപ്പോഴും അതിനുശേഷം നേതൃത്വത്തിൽ വന്നപ്പോഴും മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോഴും ഒക്കെ ആരോപണം. അതിനുശേഷം മൻമോഹൻ സിംഗ് 10 കൊല്ലം ഭരിച്ചില്ല. നിങ്ങൾക്കറിയാമല്ലോ, സോണിയാഗാന്ധിയുടെ പ്രിയപ്പെട്ട മകൾ പ്രിയങ്ക ഗാന്ധി ഇപ്പൊ വയനാട്ടിൽ നിന്നുള്ള MP, അദ്ദേഹത്തിന്റെ ഭർത്താവ് ഉണ്ടല്ലേ റോബർട്ട് വാദ്ര ഗാന്ധിയുടെ അറ്റത്ത് വന്നിട്ടുണ്ട്. ഇയാള് പാത്രക്കച്ചവടക്കാരന്റെ മോണ അറിയാമോ? പാത്രക്കച്ചവടക്കാരൻ, പഴയ പാത്രം എടുത്ത് വിൽക്കുന്ന, നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പാത്രം എടുത്തുകൊണ്ട് പോകുന്ന പോലല്ല, ഇച്ചിരി വിപുലമായിട്ട് കടയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പാത്രം എടുത്ത് വിൽക്കുന്ന ആളുടെ മകനാ. ഇദ്ദേഹത്തിനും ആ കച്ചവടമാണ്. ഇദ്ദേഹം എങ്ങനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഈ ബന്ധം ഉണ്ടായെന്ന് പഠിച്ച സമയത്തൊക്കെ ഉണ്ടായതാണെന്നൊക്കെ പറയാം. അതൊക്കെ അവരുടെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ളവർ പ്രേമിക്കാമല്ലോ. അന്ന് പ്രേമിച്ചു, കല്യാണം കഴിച്ചു. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ അല്ലെങ്കിൽ പഞ്ചായത്ത് മന്ത്രിയായിട്ടുള്ള രാജേഷ് MP ആണ്, ഓർമ്മയുണ്ടാവും. രാജേഷ് ഈ പറയുന്ന പോലെ ലോകസഭ MP ആയിട്ടിരുന്നപ്പോ ഇദ്ദേഹത്തിന്റെ കല്യാണം നടന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആസ്തി വളരെ കൃത്യമായിട്ട് ലോകസഭയിൽ വിവരാവകാശം വെച്ച് എടുത്ത് ലോകസഭയിൽ പറഞ്ഞ കണക്കുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ആസ്തി വെറും 15 ലക്ഷം രൂപയായിരുന്നു. ആ ആസ്തിയുള്ള ആളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 4000 കോടി 5000 കോടി രൂപ അല്ലെങ്കിൽ 4000 കോടിയോളം രൂപ ടാക്സ് കൊടുക്കുന്ന ആസ്തിയായിക്കൊണ്ട്. ജർമ്മനി ഫ്ലാറ്റ് ഉണ്ട്, അമേരിക്കയിൽ ഫ്ലാറ്റ് ഉണ്ട്, ഇന്ത്യയിൽ ഉടനീളം അദ്ദേഹത്തിന്റെ പേരിൽ വളരെ ഭൂമി തട്ടിയെടുത്ത കേസുകളുണ്ട്. അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഭരണം നടന്നുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിലെ ആദിവാസികളുടെ ഉൾപ്പെടെ ഭൂമി തട്ടിയെടുത്തു എന്ന് പറയുന്ന കേസുകൾ ഇപ്പൊ നിലവിലുള്ളതും പലതിനും ജാമ്യം എടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള മരുമോനും അമ്മായിയമ്മയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും ഒക്കെ രാജ്യസഭ ഈ പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചു കൊടുത്തിരുന്നത് ഒരുപക്ഷെ ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരണം പൊക്കോണ്ടിരുന്നത്. കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ച ഈ 10-60 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത്. ഇപ്പൊ ഏറ്റവും അവസാനം എന്തിനാ സോണിയാഗാന്ധി വയ്യ, മത്സരിക്കാൻ വയ്യ, എന്നാലും MP രാജ്യസഭയിൽ നിന്ന് ഒരു വന്ന എന്തിനാ? 1.5 ലക്ഷം, ഞാൻ പറഞ്ഞില്ലേ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വീട് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയാ. എത്ര കാലം കൊണ്ട് കയറിക്കുക? പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇല്ല. എന്തിനാ രാഹുൽ ഗാന്ധി MP ആവുന്നത്? എന്തിനാ പ്രിയങ്ക ഗാന്ധി? ഒരു വീട്ടിൽ നിന്ന് 3 MP ആരുണ്ട് ചോദിക്കാൻ? ഒരു വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പാർട്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുന്നു എന്ന് പറയുമ്പോൾ നോവാൻ എന്താണ്? ഈ പറയുന്നത് നെഹ്റുവിന് ശേഷം നെഹ്റു ആരുടെ കയ്യിലെ ഏൽപ്പിച്ച്? ശാസ്ത്രികളിൽ ഏൽപ്പിക്കുന്ന ശാസ്ത്രി പിന്നെ വന്നത് അറിയാമല്ലോ, പെട്ടിക്കകത്ത് നീല നിറത്തിലാണ് അവിടെ വന്നേ. അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയാണ്. അതിനുശേഷം ഈ വന്നിട്ടുള്ള വേറെ കോൺഗ്രസിനകത്തുനിന്ന് വന്നിട്ടുള്ള നേതാക്കന്മാർ എത്ര വട്ടമാണ് വന്നിട്ടുള്ളത്? ഒന്നും വന്നിട്ടില്ല. നരസിംഹറാവു വന്നതിന്റെ കാലം അറിയാമല്ലോ. രാജീവ് ഗാന്ധിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ആ വധത്തിന്റെ പുറകിൽ കോൺഗ്രസ് ആണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായ സോണിയാഗാന്ധി അവർ തന്നെയും വകവരുത്തും എന്ന് കണ്ടുകൊണ്ട് കുറെ ദിവസത്തേക്ക് കരുത്താർജിക്കുന്നതിന് വേണ്ടി, കോൺഗ്രസിനകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് കണ്ട് അവർ കുറെ പുറകോട്ട് മാറി, കരുത്താർജിക്കുന്നതിന് വേണ്ടി പുറകോട്ട് മാറിയപ്പോഴാണ് ഈ പറയുന്ന നരസിംഹറാവു പ്രധാനമന്ത്രിയാവുന്ന ഒരു അവസ്ഥ വന്നത്. അതിനുശേഷം ഈ പറയുന്നത് പോലെ നരസിംഹറാവുവിന് ശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് വന്നപ്പോൾ ഇവർ പ്രധാനമന്ത്രിയാവാൻ പോയി. അന്നും ഈ പറയുന്ന സ്വാമി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇവർക്ക് ഇറ്റാലിയൻ പാസ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റലിക്കാരി അവിടുത്തെ മെമ്പർഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ 2 രാജ്യങ്ങളിൽ ഒരേ പോലെ അംഗത്വമുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ല. അതിന്റെ തെളിവ് കാണിച്ചു കൊടുത്തു. അന്നാണ് ഈ മിസൽമാൻ ആയിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രപതി, അവരെ കണ്ടോ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ വന്നാൽ അതിനകത്ത് ആക്ഷേപം കൊണ്ട് സ്വാമി വരും, അതുകൊണ്ട് പ്രധാനമന്ത്രിയാക്കും. അങ്ങനെയാണ് പ്രധാനമന്ത്രി ആവണ്ടാൻ തീരുമാനിച്ച് സോണിയാഗാന്ധി പുറകോട്ട് മാറുന്നത്. ആ സോണിയാഗാന്ധിയുടെ ആദർശമായിരുന്നു പ്രധാനമന്ത്രി ആവണ്ടാൻ തീരുമാനിച്ചതെന്നൊക്കെ അന്ന് കോൺഗ്രസ് അറിഞ്ഞത്. ഒരാദർശവും ഇല്ല. ആയാലും സ്വാമി പണി കൊടുത്താനെ. അതിനകത്ത് ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിൽ മാത്രം അംഗത്വമുള്ള ആളിനെ പ്രധാനമന്ത്രി ആവാൻ പറ്റത്തുള്ളൂ, വിദേശിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലൊക്കെ ആവശ്യം പോലെ അവസരോചിതമായിട്ട് ഈ പാർട്ടി സംവിധാനത്തെ, ഈ പാർട്ടി ഭരണത്തിലിരുന്നപ്പോ അത് ഉപയോഗിച്ച് കാശുണ്ടാക്കിയതെന്ന് ആക്ഷേപം വരികയും അതൊക്കെ വെളിവാകുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകും. ഏറ്റവും അവസാനം ഇപ്പം വന്ന ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ
ഈ ശരിക്കും പറഞ്ഞാൽ BJP ഇവരെ ആക്ഷേപിക്കത്തൊന്നുമില്ല. മാത്രമല്ല ഇവരും മാന്യമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീയാണ്. വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് വന്നിരുന്ന വർത്താനമൊക്കെ പറയുന്ന ലോക്സഭ നിയമസഭ നമുക്കറിയാം. മാന്യതയുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ പെരുമാറ്റത്തിലെങ്കിലും മാന്യത. ഇപ്രാവശ്യം 2ാം ലോകസഭയിൽ ഇവരെ ഉൾപ്പെടെ BJP വ്യക്തമായിട്ട് രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. ജോർജ് സോറസിന്റെ ഫണ്ട്, പല NGOസിന്റെയും ഫണ്ട് മേടിച്ചിട്ട് ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിനകത്തുള്ള പല NGOസും പരിശോധിക്കും. ഇവരേന്റെ വൈസ് ചെയർമാനും ഒക്കെ ആയിട്ടുള്ള പല NGOസും ഉണ്ട്. അപ്പൊ ഇന്ത്യക്കെതിരെ നിൽക്കുന്നതിന് താല്പര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിൽക്കുന്ന ഒരു സോണിയാഗാന്ധിയും അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവും ഒരു കോൺഗ്രസും ഒക്കെയാണ് വളരെ വ്യക്തമായിട്ട് വരുമ്പോൾ, അത് ചർച്ചയാകുമ്പോൾ ഇത്ര പറഞ്ഞതുപോലെ ഒരു പേര് പറയാത്ത ഒരു ആക്ഷേപത്തിന്റെ പേരിൽ ഇത്രയും അങ്ങ് പ്രകമ്പനം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് സോണിയയുടെ പേര് പറഞ്ഞിട്ടില്ലേ, ഇതും കൂടെ സോണിയയുടെ പേരിൽ ഇരുന്നോട്ട്. സോണിയ അഴിമതിക്കാരിയാണെന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഉണ്ടാക്കി അവരെ ആക്ഷേപിക്കുക എന്നുള്ളതില്ല മുമ്പേ പറഞ്ഞ കഥയ്ക്ക് സമാനമായിട്ടുള്ളത്. ഏതായാലും സോണിയാഗാന്ധി മദർ തെരേസയൊന്നും അല്ല. നമ്മൾ ഇത്ര നാള് അദ്ദേഹത്തെ രാഷ്ട്രീയ ഇത് പരിശോധിക്കുമ്പോൾ അവരുടെ പേരിൽ പല അഴിമതി കേസുകളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്, ജാമ്യം എടുത്ത് വെളിയിൽ നിൽക്കുന്ന ആളാണ്. അതൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ സോണിയ അഴിമതിക്കാരിയാണെന്ന് കോടതി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് പുറകിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന്റെ കൂട്ടുള്ള കക്ഷിയായിട്ട് ഉള്ള ആളാണെന്ന് ആരെങ്കിലും ധരിപ്പിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ജയറാം രമേശ് പറഞ്ഞതെങ്കിൽ അത് നടക്കത്തില്ല. അതല്ല, ഇവരെ വീണ്ടും ഒന്ന് ആക്ഷേപിക്കാനാണ് ജയറാം രമേശിന്റെ താല്പര്യം, അത് നടന്നുകൊണ്ട് പോകും. അതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, സാർ കൺക്ലൂഡ് ചെയ്തതാണ് ഇതിന്റെ വ്യക്തമായൊരു പോയിന്റ്. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. എന്തായാലും സോണിയാഗാന്ധി മദർ തെരേസയുമല്ല. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ എന്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെങ്കിൽ ആവട്ടെ. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.